ആശംസയോടെ പറഞ്ഞാൽ ശ്രീ മോഹൻലാലിനെ പോലെ ഒരു കലാകാരനെന്ന് മാത്രം ആ വാക്കേ ഉപയോഗിക്കാനായിട്ടുള്ളൂ. അതിലപ്പുറം സാഹിത്യ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രത്തോളം പരിണതപ്രജ്ഞനുമല്ല സാഹിത്യ മേഖലയിൽ. നല്ല മാതൃകാപരമായിട്ടുള്ളൊരു മനുഷ്യസ്നേഹിയാണ്, ഒരു കലാകാരനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം ജനിച്ചു വളർന്ന ഈ മണ്ണിൻ്റെ മേയറായി ആവാൻ കഴിഞ്ഞതിലുള്ള വ്യക്തിപരമായ സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. മോഹൻലാലിൻ്റെ ജന്മദിനമായിട്ട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒരു വെൽഫെയർ ഇതായിട്ടില്ല. ഇന്ന് തന്നെ 20ഓളം ഇല്ലേ, 20 അല്ലേ, 15, 5 കൂട്ടി പറയണ്ടേ, 15 വീൽ ചെയർ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവരുടെ വെൽഫെയർ സംഘം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ എറണാകുളത്ത് ചെല്ലുമ്പോൾ മോഹൻലാലിൻ്റെ പറയും, ഫാൻസ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് ലഡ്ഡുവിൽ ഒതുക്കിയില്ല. വളരെ നന്നായിട്ടുള്ള പുണ്യപ്രവർത്തനമാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞ ആളാണ്. മോഹൻലാലിന് ദീർഘായുസ്സും എപ്പോഴും ഉള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷവും ഊർജ്ജസ്വലതയും ആരോഗ്യവും ഒക്കെ എപ്പോഴും സർവേശ്വരൻ കൊടുക്കണമെന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആശംസയോടെ പറഞ്ഞാൽ എല്ലാവർക്കും